പലരുടെയും പരാതി അത് ഇന്ന് തുടങ്ങിയതല്ല. 1928 സമസ്ത ഉണ്ടായിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. 2 കൊല്ലം. ആ 2 കൊല്ലം പൂർത്തിയായ സമയത്ത് ബഹുമാനപ്പെട്ട മുശാവറ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുശാവറ ഒരു പ്രമേയം പാസാക്കുന്നു. അന്നത്തെ ഏറ്റവും വലിയ സമരം, അന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഉന്നയിക്കാനുള്ള മാർഗം പ്രമേയം പാസാക്കലാണ്. ഇന്ന് സമ്മേളനം, ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, ഇതൊക്കെ ഇന്നുണ്ട്. അന്ന് അതൊന്നുമില്ല. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമര രീതിയും പ്രമേയം പാസാക്കിക്കൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കലാണ്. അന്ന് ബഹുമാനപ്പെട്ട സമസ്ത പ്രമേയം പാസാക്കുന്നത് എന്താണെന്നറിയുമോ? താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ്, അന്നുള്ള പഴയ കാലത്തെ പൗരാണികമായ പള്ളി ദർസ് പോലെ നടന്നു വന്ന അറബി കോളേജാണ്. ഇന്നും ആ അറബി കോളേജ് ഉണ്ട്. 1 നൂറ്റാണ്ട് പഴക്കമുള്ള അറബി കോളേജ്, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അറബി കോളേജ്. ആ അറബി കോളേജിൽ മതം പഠിക്കുന്ന മക്കളുണ്ട്, കിതാബോടി അവിടെ പാർക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുശാവറ യോഗം ചേർന്നെടുത്ത തീരുമാനം അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയായ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോടാണ്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോട് അവരാവശ്യപ്പെട്ടത്, ഞങ്ങളുടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് താനൂരിൽ, അവര് കിതാബോധി പഠിക്കുന്നു, മതം പഠിക്കാൻ അത് മതി, ഞങ്ങൾ പഠിപ്പിച്ചോളും, മതം ഞങ്ങൾ പഠിപ്പിച്ചോളും, കിതാബോധി കൊടുക്കുന്ന പണി ഞങ്ങൾ ചെയ്തോളും. പക്ഷെ അതല്ല, ഇവിടെയുള്ള ഭൗതിക പഠനത്തിന് അവർക്ക് സൗകര്യം വേണം. ഭൗതിക വിഷയങ്ങൾ പഠിക്കണം, ഇംഗ്ലീഷും മാത്സും പഠിക്കണം. അതിന് യോഗ്യരായ അധ്യാപകരെ സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ട് നിയമിച്ചു തരണം എന്ന് ഏകാധിപതികൾ ഭരിക്കുന്ന ഇന്ത്യയിലെ ഭരണകൂടത്തോട് ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിച്ച് 2 കൊല്ലം പൂർത്തിയാകുമ്പോൾ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കഴിഞ്ഞു, സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടി, സർക്കാരിന്റെ ആശ്രിതരായി അവർ ചെയ്യുന്നതൊക്കെ അംഗീകരിച്ചോ? പിന്നീടുള്ള കാലം അതുണ്ടായില്ല. 2 കൊല്ലം കൂടി കഴിഞ്ഞു. 1930 ബഹുമാനപ്പെട്ട സമസ്ത മുശാവറ ഒരു യോഗം ചേരുന്നു. എന്തിനാണെന്നറിയോ? ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്, ഒരു ആക്ട്. ആ ആക്ട് ഇന്ത്യയിലെ മുസൽമാന്മാരെ ബാധിക്കുന്ന ആക്ടാണ്, ശാരദ ആക്ട്. അത് ഇവിടെയുള്ള മുസ്ലിമിന്റെ വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ആക്ടാണ്. ആ ആക്ട് പ്രഖ്യാപിച്ചപ്പോ മുശാവറ യോഗം ചേർന്നു. അന്ന് രാഷ്ട്രീയ പാർട്ടികളില്ല, അന്ന് ഇതിനെതിരെ സമരം ചെയ്യാൻ മറ്റുള്ള സംഘടനാ സംവിധാനമൊന്നുമില്ല. ബഹുമാനപ്പെട്ട മുശാവറയിലെ പണ്ഡിതന്മാർ യോഗം ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു, ഈ ആക്ടിനെ ഞങ്ങൾ എതിർക്കുന്നു, ഇവിടെയുള്ള മുസൽമാൻ എതിർക്കുന്നു, അതുകൊണ്ട് ഈ ആക്ട് പിൻവലിക്കണം. ഒരു ഭാഗത്ത് സർക്കാരിനോട് ആവശ്യങ്ങൾ ചോദിച്ച അതേ സംഘടന പിന്നീട് ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ചെയ്തത്, ആ സംഘടന തന്നെ മറ്റൊരു പ്രമേയത്തിലൂടെ അരുതായ്മക്ക് കൂട്ടുനിന്ന ഭരണകൂടത്തോട് അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട്